സംസ്ഥാനത്ത് എന്ത് പ്രശ്നമുണ്ടാക്കിയാലും സംസ്ഥാന സർക്കാർ പഴിചാരുന്നത് കേന്ദ്രത്തെയാണ്. ആശാവർക്കറുടെ സമരമായാലും മറ്റെന്തുണ്ടായാലും കേന്ദ്ര സർക്കാർ പൈസ നൽകുന്നില്ല. ഇപ്പം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്ഥിരം സംസ്ഥാന സർക്കാർ പറയുന്ന ഒരേ ഒരു കാര്യമാണ് കേന്ദ്രം അനുമതി നൽകുന്നില്ല വന്യജീവികളെ കൊല്ലാൻ എന്നുള്ളതാണ്. ഇന്നലെ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായി പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് നിലമ്പൂര് വഴിക്കടവിലുണ്ടായ സംഭവം ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും. അതിന് ഒരു ഇതെന്നുള്ള രീതി നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്രത്തിൻ്റെ അനുമതി വേണ്ട എന്നുള്ളത്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ കേന്ദ്രത്തെ മാത്രം പഴിചാരി അവർ രക്ഷപ്പെടുകയല്ല ചെയ്തത്. ഇത് നേരത്തെ തന്നെ ഭൂപേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോടെയും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ശല്യമായിട്ടൊരു കാട്ടുജീവി അല്ലെങ്കിൽ ഒരു വന്യജീവി മാറുകയാണെങ്കിൽ ആ നിമിഷത്തിൽ അതിനെ കൊല്ലാനുള്ള അനുവാദം ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടത് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒരു അനുമതി മാത്രം മതി. വെച്ചാൽ വെടിവെച്ച് കൊല്ലാം, നിരോധനമൊന്നുമില്ല അതിന്. കേരളത്തിലല്ലേ വൈൽഡ് ലൈഫ് വാർഡൻ ഇരിക്കുന്നത്? കേരളത്തിലാണ് ഇരിക്കുന്നത്. കേരള ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോൾ അതിന് അനുമതി കൊടുക്കും, കാരണം ബോധ്യമാക്കിയാൽ മതി. ഇതൊന്നും ചെയ്യാതെ, വേണ്ട ഗ്രഹപാഠങ്ങൾ ചെയ്യാതെ മനുഷ്യനെ വന്യമൃഗങ്ങളുടെ ഇരയാക്കി വിട്ടുകൊണ്ട് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യാതെ ഇരുന്നിട്ട് അതിൽ വലിയ അനാസ്ഥ കാണിച്ചിട്ട് ജനങ്ങളെ ബലിമൃഗങ്ങളാക്കിയിട്ട് എല്ലാത്തിനും കേന്ദ്രത്തെ പഴി പറഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. ഈ കാര്യത്തിൽ മാത്രമല്ല, ദേശീയ പാത വന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക്, ഡിസ്ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്രത്തിനെന്നുള്ള ഒരു നയം അവരെ അവലംബിച്ചു. അതുപോലെയാണ് ഓരോ കാര്യത്തിലും എന്തെങ്കിലും കുഴപ്പം വന്ന് കഴിയുമ്പോൾ കേന്ദ്രത്തിനെ പഴിചാരി. ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മുടെ നാട് നീളെ ഇപ്പോൾ ഏറ്റവും അധികം ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ഒന്ന് നായ്ക്കളാണ്, തെരുവു നായ്ക്കൾ. വല്ലാതെ കുട്ടികളെ വരെ കടിച്ചു കീറിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. റാബീസ് വന്നിട്ടും ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തിട്ടും മരിച്ചുപോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം കേരളത്തെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അവർ കേന്ദ്രത്തിൻ്റെ നയം തിരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും, മഹാരാഷ്ട്രയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ABC എന്ന് പറയുന്ന, ABC നമ്മുടെ ചാനലല്ല, എന്ന് പറയുന്ന ഒരു പരിപാടി അനുസരിച്ച് ഈ നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോയി താമസിക്കുമായിരുന്നു. അപ്പോൾ ചുറ്റും നായ്ക്കളാണ്. നായ്ക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ വന്ന് സ്പർശിക്കും, മാന്തും ഒക്കെ ചെയ്യുന്ന നായ്ക്കളാണ്, നമ്മളെ സ്നേഹിക്കുക. അത്തരം നായ്ക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൊസൈറ്റിയുടെ ചെയർമാൻ പറഞ്ഞത്, ഒന്നും പേടിക്കണ്ട, ഇവിടുത്തെ നായ്ക്കളെ പൂർണ്ണമായിട്ടും വന്ധ്യംകരണം ചെയ്തിട്ടുള്ളതാണ്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ മഹാരാഷ്ട്രയൊക്കെ വിജയകരമായിട്ട് നടപ്പാക്കിയെന്നാണ് നമുക്ക് അനുമാനിക്കാവുന്നത്. അതേസമയം ഇവിടെ ഈ നായ്ക്കളെ ഒന്നും വന്ധ്യംകരണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആനിമൽ ബർത്ത് കൺട്രോൾ ആണെന്നാണ് ആ ABCയുടെ എക്സ്പാൻഷൻ. ആ ആനിമൽ ബർത്ത് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് വർദ്ധിച്ച് കുഴപ്പം ഉണ്ടാക്കുന്നത് തടയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കേരളം 100% മാലിന്യമുക്തമെന്ന് പറയുമ്പോഴും നമ്മുടെ വേസ്റ്റുകൾ, തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ കാണിച്ച ഒരു 10,000 ഇടങ്ങളിലെങ്കിലും ചിക്കൻ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നാറി ഈച്ചയും പുഴുക്കളും അരിക്കുന്നത്. മാലിന്യമുക്തമെന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളാണ് ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് നായ്ക്കൾ കരുതുന്നത്. അപ്പോൾ അവരുടെ പ്രജനനം അവിടെ വർദ്ധിക്കും, ജനസംഖ്യ കൂടും, കൂടുതൽ ടെറിട്ടറികളിലേക്ക് അവ പോവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ കാണുന്നത്. ആഹാരം കിട്ടാതെ വരുമ്പോൾ അവ വളരെ വയലൻ്റായി തീരുകയും, കാർണിവോറസ് ആനിമലല്ലേ, അതിൻ്റെ എല്ലാ ശൗര്യങ്ങളും കാണിക്കുകയും കുട്ടികളെ, കിട്ടുന്ന ഇരകൾ ആരാണോ അവരെ വേട്ടയാടുകയും ചെയ്യും. കുട്ടികളെ പലപ്പോഴും വേട്ടയാടുന്നത് ചിക്കനും പാഴ്സലും വാങ്ങിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും നടന്നു പോകുന്നത്. ആ ചിക്കൻ്റെ മണം അവയെ പ്രലോഭിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് കുട്ടികളെ ആക്രമിക്കുന്നത്, ആ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പോലും എക്സ്ക്യൂസസ് പറയാൻ വല്ല തടസ്സങ്ങളുണ്ട്. അത് നടപ്പാക്കാൻ കഴിവില്ലെന്നുള്ളതിൻ്റെ അർത്ഥം, അത് അങ്ങനെ ഇങ്ങനെയെന്ന് എക്സ്ക്യൂസ് പറയുന്നതിൻ്റെ അർത്ഥം അതിന് കഴിവില്ല എന്നുള്ളത് തന്നെയാണ്. അത് നടപ്പാക്കാൻ കഴിവില്ല, പ്രാപ്തിയില്ല. അതുപോലെ തന്നെയാണ് കാട്ടുമൃഗങ്ങളുടെയും കാര്യം. പുലിമൂലം, ആനമൂലം, എത്ര പേരാണ് മരിച്ചിരിക്കുന്നത്. അവയുടെ മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു കെട്ടാനും മയക്കുവെടി വെക്കാനും എല്ലാ അനുവാദമുണ്ട്, നമ്മൾ പ്രയോഗിക്കാറുമുണ്ടല്ലത്. അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ ഒരു ദുരന്തം നേരിടാനുള്ള ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന
മെഷേഴ്സ്, പ്രീ എംപ്റ്റീവ് മെഷേഴ്സ് നമ്മൾ ചെയ്യുന്നുമില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ആനയെ പ്രലോഭിപ്പിക്കുന്ന ആഹാരമാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ആകർഷണമെന്ന് പറയുന്നത്. അതിന് പ്രിയങ്കരമായിട്ടുള്ള വിളകൾ ഒരിക്കലും കാടിന് സമീപം കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം. കൈതച്ചക്ക, ചക്ക, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അരി അതിൻ്റെ ഒരു പ്രലോഭന വസ്തുവാണ്. ആ റേഷൻ കടകൾ അടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണം പിടിച്ചത് വരും. തുമ്പിക്കൈ എന്ന് പറഞ്ഞതിൻ്റെ മൂക്ക ഇത്രയും വലിയ മൂക്കാണ്. അപ്പോൾ അത് വളരെ ദൂരെയുള്ള മണങ്ങൾ പോലും പിടിച്ചെടുക്കാനുള്ള ശക്തിയുള്ള ഒരു നാസ രന്ധ്രമാണ് അതിനുള്ളത്. ഓൾഫാക്ടറി സെൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതിനുണ്ട് വളരെ ദൂരെ നിന്ന് പോലെ ഉള്ള മണം അത് പിടിച്ചെടുത്തിട്ട് ഇത് തേടി വരികയും ചിലപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന മനുഷ്യരെ കൊല്ലുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഇതനുസരിച്ചുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ഇവർ വലിയ ഞങ്ങൾക്ക് നമ്പർ 1 കേരള, കേരള നമ്പർ 1 കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ കോൺഫ്ലിക്റ്റ് പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാന നടപടികൾ പോലും നമ്മൾ സ്വീകരിക്കാതെ കൊണ്ട് കേന്ദ്രത്തിനെ വെറുതെ പഴിചാരിക്കൊണ്ടിരിക്കുക. വേറൊരു സംസ്ഥാനത്തു നിന്നും ഇതുപോലുള്ള പരാതികൾ വരുന്നില്ലല്ലോ. കർണാടക ഇതുപോലെ വൈൽഡ് ലൈഫിൻ്റെ കേന്ദ്രീകരണമുള്ള ജില്ലയാണ്. ഗുജറാത്ത് സിംഹങ്ങൾ വരെയുള്ളത്. അവിടെയെങ്ങും ഈ പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. മഹാരാഷ്ട്രയിലായിരുന്നു അടുത്ത കാലം വരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഗഡ്ചൗരി ജില്ല നക്സലൈറ്റുകളുടെ കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ ആ പരാതികളൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു വാർത്തകളും നമ്മൾ ചെറിയ പൊടി വാർത്തയായിട്ട് പോലും കാണുന്നില്ല. കേരളത്തിന് മാത്രമാണ് എന്നും കുന്നത് പ്രശ്നം. കേരളം ഇതിൻ്റെ കാര്യം, കേരളം അതിൻ്റെ ഗ്രഹപാഠം നിയമാനുസൃതമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് ഒരു തരം രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഈ മരിക്കുന്ന ആൾക്കാരെല്ലാം കേന്ദ്രത്തിൻ്റെ ഈ കുറ്റം കൊണ്ട്, അവരുടെ ഈ ദാക്ഷിണ്യമില്ലായ്മ കൊണ്ട്, ക്രൂരത കൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ മരിക്കുന്നു എന്നൊരു സെൻസിബിലിറ്റി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മനസ്സുകളെ കേന്ദ്രത്തിനെതിരായിട്ട് മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ അടവാണിത്. അല്ലാതെ തന്നെയുമല്ല, പിടിപ്പുകേടിന് ഉള്ള ഒരു ലെയിം എക്സ്ക്യൂസ്, മുടന്തൻ ന്യായം പറച്ചിലാണ്. ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടിന് വേണ്ടിയിട്ട് അവർ പറയുന്ന മുടന്തൻ ന്യായങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വായ്ത്താരികൾ. അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ ശരിയാകുന്നുള്ളൂ, നിയമപരമായിട്ട് ശരിയല്ല, വസ്തുതാപരമായിട്ടും അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതിയൊന്നും ഇല്ലാണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പല മൃഗങ്ങളെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അരിക്കൊമ്പന്റെ ഒക്കെ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ അരിക്കൊമ്പൻ ഒരു കാലത്ത് അരിക്കൊമ്പൻ മാത്രമല്ല ചക്കക്കൊമ്പൻ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഇവരെയൊക്കെ മാറ്റി ഇത്തരത്തിൽ ഒന്നുകിൽ കാട്ടിനകത്തേക്ക് കയറ്റി വിടുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റി വിടുന്ന തരത്തില്. ഇപ്പൊ പുലിയൊക്കെ ആണെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ആ ഒരു കാട്ടിലേക്കൊക്കെ കയറ്റിവിട്ട ഒരു പക്ഷേ അവിടെ വനപ്രദേശങ്ങളിൽ താമസിച്ചോളൂ. ഇപ്പോൾ ഒരു പുലി തന്നെ ഇറങ്ങിയത് എന്തോരം ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിച്ച് എത്ര പേർക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇതിനെ പിടിക്കാൻ ഇടുന്ന ഗണിക്കാത്തൊക്കെ വേറെ പുലികളൊക്കെ വന്ന് ചാടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ അനാസ്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു നേതൃത്വം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പിടിക്കണമെങ്കിൽ ഈ വന്യജീവികളെ പിടിക്കാനും കഴിവുള്ളവർ വേണമല്ലോ. അപ്പം ഈ വനപാലകർ അല്ലെ വന ഉദ്യോഗസ്ഥർക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള ഒരു കഴിവോ ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതാണോ ഇതിനൊക്കെ കാരണം? അല്ല, അവരുടെ കുഴപ്പമല്ലിത്. അടിസ്ഥാനപരമായിട്ട് അതിനു മുമ്പേ നമുക്ക് പാളിച്ച പറ്റി. കാട്ടിലെ തടിയെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കാട്ടിലെ തടി അവരുടെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് നമ്മൾക്കിപ്പോൾ പ്രകൃതി തന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾവനങ്ങളിലൊന്നും മരങ്ങളില്ല. മരങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇവർക്ക് ഈ പറയുന്ന വെള്ളമില്ല. മരങ്ങളുണ്ടെങ്കിലേ വെള്ളത്തിനെ റീചാർജ് ചെയ്യാനുള്ള പവർ മണ്ണിനുണ്ടാവും. മരങ്ങളില്ല. ഈ തമിഴ്നാട്ട് വനാതിർത്തിയിലൊക്കെ ഞാൻ കണ്ടിട്ട് അവര് പ്രത്യേകം ഈ കിണറുകൾ പോലെ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ കാട്ടിനകത്ത് പല സ്ഥലങ്ങളിൽ നാട്ടിലോട്ട് ഈ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ആനയ്ക്കും ഓരോന്നിനും ഒക്കെ പ്രത്യേകം കിണറുകൾ, ഈ വെള്ളം കൃത്യമായി അവരതൊക്കെ നോക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ അസൗകര്യം ഉള്ളത് കൊണ്ടാണ് അവർ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ അതിനെ തടയത്തക്ക രീതിയിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നിരവധി മാർഗങ്ങൾ വെച്ച് കെണികൾ ഉൾപ്പെടെയുള്ളത് കൃത്യമായി സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി കാശ് ചെലവാക്കി തന്നെ
അല്ലേ? പണം ചെലവാക്കി തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മൃഗങ്ങൾ അധികം വെളിയിലോട്ട് വരത്തില്ല. ഇനി മൃഗങ്ങളുടെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ ഇത് കാരണമാണ് അവർ പുറത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവരെ കൊല്ലുകയോ നമുക്ക് ദൂഷ്യമുണ്ടാകുന്ന മൃഗങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ട് മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വിനിയോഗിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറസ്റ്റിലോട്ടൊക്കെ കയറ്റിവിടുക. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥാനം. ഇപ്പോൾ ഒരു കുട്ടി കൂടി ഇതിൽ പെട്ട് കിടക്കുകയാണ്, പന്നിക്കണിയാണ്, അതും ഇത് ഒരു മാർക്കറ്റിംഗ്. അതും അനധികൃതമാണ്. അനധികൃതമായിട്ട് ലൈൻ വലിച്ച് പന്നിയെ കൊന്ന് വിൽപ്പന നടത്തുക, അതൊക്കെ നടത്തുന്നുണ്ട്. അത് കേന്ദ്രത്തിന് എന്താ അതിന് റോള്? കേന്ദ്രം എന്ത് തെറ്റ് ചെയ്തു അതിൽ? ഇതൊക്കെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് നിങ്ങൾ ഇതിപ്പോൾ വഴി പറയും. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് എല്ലാം പറയാൻ പറ്റില്ലെങ്കിലും പറയാം. കാട്ടിലിപ്പോൾ മരങ്ങൾക്ക് പകരം ഇപ്പം മഞ്ഞക്കൊന്ന, അക്കേഷ്യ ഇങ്ങനെയുള്ള മരങ്ങൾ, തേക്ക്, അതിൽ നിന്നും ആനയ്ക്ക് കഴിക്കാനൊന്നും കിട്ടാനില്ല. ആന അതുപോലുള്ള മാനുകൾ ഇതൊക്കെ വളർന്നെങ്കിൽ മാത്രമേ പുലിക്കും അതുപോലെ തന്നെ കടുവയ്ക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടൂ. മാനുകളുണ്ടാവണമെങ്കിൽ പുൽമേടുകളുണ്ടാവണം അവിടെ. അതില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പുലിയും പട്ടിണിയാണ്. അതാണ് ഫുഡ് ചെയിൻ ബ്രേക്കായിരിക്കുന്നു. അതുകൊണ്ട് അവർ വശം കെട്ട് വിശന്നിട്ട് വിശപ്പിൻ്റെ വിളി കേട്ടിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. വിശപ്പിൻ്റെ വിളി കേട്ടിട്ട് അവർ നാട്ടിലേക്ക് വരുന്നതാണ്. ആ കൂട്ടത്തിൽ ആഹാര സമ്പാദനത്തിനിടയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവരെ, അല്ലാതെ വർഗീയമായിട്ടുള്ള ഒരു സ്പർദ്ധ വെച്ചുകൊണ്ടല്ല ആൾക്കാരെ അവർ കൊല്ലുന്നത്. അങ്ങനെ കൊല്ലുന്നതല്ല. അങ്ങനെ കൊല്ലുന്ന നമ്മൾ മിടുക്കന്മാരും ആഹാരത്തിന് വേണ്ടി വരുമ്പോൾ അതിൻ്റെ വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിശൂന്യരായിട്ടുള്ള മൃഗങ്ങളാണ്. നമ്മളെപ്പോലെ ബുദ്ധിയൊന്നുമില്ല, വിവേചന ബുദ്ധി ഇല്ലാത്തതാണ്. അതിൻ്റെ വഴിയിലെ തടസ്സങ്ങൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഉത്തരവാദികൾ നമ്മളാണ്. അതിൻ്റെ കാടാണ് അവരുടെ ആവാസ വ്യവസ്ഥ. അത് നശിപ്പിച്ചത് ആരാണ്? കാടിൻ്റെ വിളി കേട്ട് ഉള്ളിലേക്ക് പോയിട്ട് അത് നശിപ്പിച്ചത് നമ്മളാണ്. അപ്പം നമ്മളിപ്പോൾ അതിന് വില കൊടുക്കുകയാണ്. ചെയ്തവരല്ല പലപ്പോഴും വില കൊടുക്കേണ്ടി വരിക. അത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിൽ തന്നെ കാണുന്നില്ല. പണ്ടുള്ളവർ ചെയ്തു കൂട്ടിയ ആഡംബര സുഖങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറ. അത് ഗ്രീറ്റ തേൺബർഗ് തന്നെ പറഞ്ഞിട്ടുണ്ടോ? അത് അതിൻ്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതും ഒക്കെയായിട്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആയിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ചെയ്തികളാണ്. കേന്ദ്രത്തിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ടിത് നമ്മുടെ തെറ്റാണ്. കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തെറ്റ് തന്നെയാണ്.